KEA കഴിഞ്ഞ വർഷം കർണാടക അഡ്മിഷൻസിലെ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു എക്സാം ആയിരുന്നു KEA കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന KCET എക്സാം. ഔട്ട് ഓഫ് സ്റ്റേറ്റ് അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഏറ്റവും അധികം പഠിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക. ഇനി വൈ KCET എന്തിനെഴുതണം? അതായത് കർണാടകയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ മെഡിക്കൽ, ഫാർമസി, ആർക്കിടെക്ചർ അതുപോലുള്ള കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി അവർ കണ്ടക്ട് ചെയ്ത് വരുന്ന ഒരു എൻട്രൻസ് എക്സാം ആയിരുന്നു ഈ KCET എക്സാം. ഇനി അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് എന്തിനാണ് ഈ എൻട്രൻസ് എക്സാം എന്ന് വെച്ചാൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരു പ്രോപ്പർ ചാനൽ വഴി അഡ്മിഷൻ ലഭിക്കുക, അതാണ് ഇതിൻ്റെ മോട്ടീവ്. ഇനി ഏതൊക്കെ കോഴ്സിനാണ് ഈ എൻട്രൻസ് എക്സാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഫാർമസി, ആർക്കിടെക്ചർ, നഴ്സിംഗ്, മെഡിക്കൽ, ഡെൻറ്റൽ, പാരാമെഡിക്കൽ, ആയുഷ് അതുപോലെ തന്നെ ഫാം സയൻസ്. ഇത്രയും കോഴ്സുകളാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ലിസ്റ്റിൽ വരുന്നത്. എസ്പെഷ്യലി നഴ്സിംഗ് INCയുടെ റൂൾസ് പ്രകാരം എല്ലാ സ്റ്റേറ്റ്സും അവരുടേതായിട്ടുള്ള എലിജിബിലിറ്റി എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കർണാടകയിൽ ഇതുപോലെ KCET എൻട്രൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സ്റ്റുഡൻസിന് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം ദിസ് അക്കാഡമിക് ഇയറിൽ ജാനുവരി മുതൽ KCETയുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ്. അതുകൊണ്ട് ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയ എന്നിങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിനു വേണ്ടി എഡ്യൂവേൾഡ് ഇൻ്റർനാഷണൽ നിങ്ങൾക്കായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ലൈൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ളൊരു എക്സാമിന് ആദ്യമായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് തേടുക. അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഹെൽപ്പ് ലൈൻ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം.